എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മാത്സിലെ പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻസ് എന്ന ഭാഗമാണ്. 9th ചാപ്റ്ററാണ് കേട്ടോ. അതിലെ ജനറൽ സൊല്യൂഷൻ എന്നുള്ള ഭാഗമാണ്, പൊതു പരിഹാരം എന്നുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ഇക്വേഷനാണ്. ഇത് എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ് ഇക്വേഷന് ഉള്ളത്. അതായത് ജനറൽ ഫോം അതാണ്. അപ്പോൾ സി സമം 0. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിൽ എ ഈസ് ഈക്വൽ ടു എന്താ വരിക 2, ബി ഈസ് ഈക്വൽ ടു 3, സി ഈസ് ഈക്വൽ ടു മൈനസ് 2. ഇനി ഇക്വേഷനൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബീൻ്റെ അടുത്ത് മൈനസ് ബി ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 3 മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 3a സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 2 ഇൻറ്റു സി മൈനസ് 2 ബൈ 2 ഇൻറ്റു 2. നമ്മളിവിടെ ബി സ്ക്വയർ നമ്മളിവിടുന്ന് റൂട്ട് ഓഫ് കൊടുക്കുകയാണ്. അപ്പോൾ മൈനസ് 3 എക്സ് ഈസ് ഈക്വൽ ടു ഇതൊരു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 3ൻ്റെ സ്ക്വയർ 9 മൈനസ് 4 2 8 ഇൻറ്റു 2 16 അല്ലേ. 2 മൈനസ് 1 ഇവിടെ മൈനസ് അപ്പോൾ പ്ലസ് 16 ബൈ 2 ഇൻറ്റു 2 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 9 പ്ലസ് 16 25 റൂട്ട് 25 ബൈ 4. റൂട്ട് 25നെ എടുക്കുമ്പോൾ 5 അല്ലേ. അപ്പോൾ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 5 ബൈ 4. ഇനി നമ്മൾ 5 നമുക്ക് അവിടെ കിട്ടിയുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം അതായത് പ്ലസ് ഓർ മൈനസ് 5 വരും. റൂട്ടിൽ നിന്ന് അതിനെ 25 എടുക്കുമ്പോൾ അപ്പോൾ 5 മൈനസ് പ്ലസ് ഓർ മൈനസ് 5 ആണ്. അപ്പോൾ മൈനസ് 3 ഒരു പ്രാവശ്യം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാം. മൈനസ് 3 പ്ലസ് 5 ബൈ 4 മൈനസും പ്ലസ് വന്നാൽ കുറക്കും 2 ബൈ 4. അപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കുമ്പോൾ 1 ബൈ 2. ഇനി മൈനസ് 3 മൈനസ് 5 അല്ലേ. മൈനസ് 5 ബൈ 4 സമം മൈനസ് 8 ബൈ 4. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹരണത്തിൽ മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിൽ എന്ത് വരും? മൈനസ്. അപ്പോൾ മൈനസ് 2. ഇപ്പോൾ 2 പോയിൻ്റ് എഴുതാൻ പറഞ്ഞാൽ എക്സ് ആക്സിസിൽ പോയിൻ്റ് എഴുതാൻ പറഞ്ഞാൽ അതിൽ y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 ബൈ 2 0 മൈനസ് 2 0. ഇതാണ് 2 പോയിൻ്റ്. ഇനി നമുക്ക് പേജ് നമ്പർ 206 പേജ് നമ്പർ 206 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ 206 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 7x മൈനസ് 1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 2x സ്ക്വയർ മൈനസ് 7x മൈനസ് 1 സമം 0 കൊടുക്കാം. ഇനി ഇക്വേഷൻ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിൽ എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു മൈനസ് 7, സി ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇനി ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -7
ഹോൾ സ്ക്വയർ 4 ഇൻറ്റു എ 2 ആണ് 2 ഇൻറ്റു -1 ബൈ 2 ഇൻറ്റു 2. അപ്പോൾ റൂട്ട് ഓഫ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് 2 മൈനസ് അടുപ്പിച്ച് വന്നു. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 7 പ്ലസ് 4 മൈനസ് 7 സ്ക്വയർ 49 4 8 8 -1 -8 അല്ലേ? 2 മൈനസ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് ആയി +8 സമം 49 + 8 57 7 + 4 മൈനസ് 57 ബൈ 4. അപ്പോൾ ഇതിൻ്റെ 2 പോയിൻ്റായിട്ട് ഏതൊക്കെ വരും? ഇതിനെ റൂട്ടിൽ നിന്ന് റൂട്ട് ഓഫ് ആണല്ലോ, റൂട്ടിൽ നിന്ന് ഇത് മാറ്റാൻ പറ്റില്ല. അതായത് 2 ഒരേ സംഖ്യ ഗുണിച്ച്, അപ്പോൾ 25 ആണെങ്കിൽ 5 × 5 25. പക്ഷെ 57 എന്ന് പറയുന്ന നമ്പർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ -7 7 + 4 മൈനസ് 57/4. അപ്പോൾ ഒരു പ്രാവശ്യം 7 + 57/4 0. അപ്പോൾ എക്സ് ആക്സിലെ പോയിൻ്റ് 7 - 57/4 0. അപ്പോൾ എക്സ് ആക്സിൻ്റെ 2 പോയിൻ്റ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ പോയിൻ്റ് ഇതാണ്, അതിൻ്റെ y 0 ആണ്, ഇതിൻ്റെ y 0. അതിലെ 1ഉം 2ഉം സബ് ക്വസ്റ്റ്യൻ അത് ഒന്നാമത്തെ ചോദ്യം പോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയഗണൽ 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്ററാണ് 42 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെരിമീറ്റർ ആണ് ഇക്വേഷൻ 2 ഇൻറ്റു L + B, അത് 42. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 42, പിന്നെ ഇതിൻ്റെ ഡയഗണൽ 15. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു L + B 42, L + B = 42. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2 ആയിട്ട് മാറും. 42 2 ആയിട്ട് ഹരിച്ചാൽ 21. അതായത് L + B = 21. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും പാടെ കൂട്ടി 21 കിട്ടണം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ആണെങ്കിൽ ബി ബ്രെഡ്ത്ത് എന്തായിട്ട് വരും? ഇതിൻ്റെ 21 - x അല്ലേ? അതായത് ലെങ്ത്ത് = x, ബ്രെഡ്ത്ത് = 21 - x. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പൈതഗോറസ് ഇക്വേഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. ഇത് ബേസ്, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഇതിൻ്റെ ഹൈപ്പോട്ടനസ്. അപ്പോൾ നമുക്ക് ബേസ് സ്ക്വയർ അവിടെ പൈതഗോറസ് ഇക്വേഷൻ എടുക്കാൻ പോവാണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. അപ്പോൾ ബേസിന് പകരം നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡിന് പകരം 21 - x സ്ക്വയർ സമം ഹൈപ്പോട്ടനസ് 15 സ്ക്വയർ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതാം, പ്ലസ് 21 - x ഹോൾ സ്ക്വയർ. അത് a - b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 21 സ്ക്വയർ 441 - 21 × 2 42 ഇൻറ്റു -x ആണല്ലേ. അപ്പോൾ -42x മൈനസ് ആണ് എക്സ് സ്ക്വയർ ആണ്, -x × -x പ്ലസ് x സ്ക്വയർ സമം 15ൻ്റെ റൂട്ട് 225. ഇനി നമ്മളതിനെ എക്സ് സ്ക്വയർ 2x സ്ക്വയർ വന്നിട്ടുണ്ട്, x സ്ക്വയർ പ്ലസ് x സ്ക്വയർ. അപ്പോൾ x സ്ക്വയർ പ്ലസ് x സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് -42x ആണ്. അപ്പോൾ -42x പിന്നെ ഒരു 441 ഒരു 225, അതായത് സമത്തിന് പുറത്താണ്. അതും കൂടി വരുമ്പോൾ 441 - 225 216 പ്ലസ് 216. ഇതിൽ നിന്ന് ഇത് കുറക്കുക, 225 കുറച്ചാൽ 216 സമം 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ എ എന്താ വരിക? ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ a = 2, b = -42, c = 260. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താ? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -b ± √(b² - 4ac/2a). ഇനി പറഞ്ഞതെല്ലാം അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ബി ഈസ് ഈക്വൽ ടു -42, അതായത് -42 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ -42 ഹോൾ സ്ക്വയർ -4 ഇൻറ്റു എ 2 ഇൻറ്റു 216. ഇത് റൂട്ടിലാണ്. അപ്പോൾ റൂട്ട് ഓഫ് ബൈ 2 ഇൻറ്റു 2 മൈനസ് മൈനസ് വന്ന് അടുപ്പിച്ച്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലസ് ആയിട്ട് മാറി. 42 പ്ലസ് ഓർ മൈനസ് 42ൻ്റെ സ്ക്വയർ 42 ഇൻറ്റു 42 2 4 1764. അപ്പോൾ 1764 4 2 8 216 ഇൻറ്റു 4 216 ഇൻറ്റു 4 24 1 4 5 6 4 24 1 4 5 6 4 2 8 216 ഇൻറ്റു 8 ആണ്, സോറി 8 ആണ്. 6 8 48 3 8 4 12 2 16 1728 മൈനസ് 1728 റൂട്ട് ഓഫ് ബൈ 2 ഇൻറ്റു 2 4. അപ്പോൾ 42 പ്ലസ് ഓർ മൈനസ് ഇതിനെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1764 മൈനസ് 1728 കുറക്കുമ്പോൾ ഇത് 36 അല്ലേ, 36 റൂട്ട് ഓഫ് 36/4. റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് 6ൻ്റെ റൂട്ടാണല്ലേ. അപ്പോൾ 42 പ്ലസ് ഓർ മൈനസ് നമുക്കിവിടെ 6/4. ഇതിനർത്ഥം നമുക്കിങ്ങനെ എഴുതാം 4 + 6. ഒരു പ്രാവശ്യം പ്ലസ് എടുക്കാം. അപ്പോൾ സോറി 4 അല്ല 42 ആണ്. ഇവിടെ ഇപ്പോൾ 4 മാറിയതാണ് കേട്ടോ. 42 പ്ലസ് ഓർ മൈനസ് ആണ്. 42 പ്ലസ് ഓർ മൈനസ് 42 പ്ലസ് ഓർ മൈനസ് 6/4. 42 പ്ലസ് 6/4 അപ്പോൾ 48. 42 6 48/4 ഈക്വൽ ടു 12. അപ്പോൾ 12 ആണ്. പിന്നെ x ഈക്വൽ ടു അങ്ങനെ എഴുതാം 42 മൈനസ് 6/4. 42 6 പോയാൽ ബാക്കി 36 അല്ലേ, 36/4. അപ്പോൾ സമം 9. അപ്പോൾ നമുക്കിവിടെ 9 കിട്ടുന്നുണ്ട്, 12 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ആക്കിയിട്ട് ഇവിടെ എന്തെടുക്കാം, എക്സ് ഈക്വൽ ടു 12. പിന്നെ അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 9, ലെങ്ത് ഈസ് ഈക്വൽ ടു 12, ലെങ്ത് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതാട്ടോ, ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 12, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഈ തന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ലെങ്ത് കണ്ടുപിടിച്ചു, ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.